കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഇത് കണക്കൊണ്ട് ഈ ഫസ്മിനെ. അതോടെ തന്നെ നമ്മൾ സഫയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്നതിലും കാര്യങ്ങളുമായിട്ട് ഭയങ്കര നാളായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത് കണക്കൊണ്ട് ഈ ലൈവിൽ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു പ്രശ്നവും ലൈവിലൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിലാണോ എന്ന് അറിയത്തില്ലായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ. ചിലപ്പോൾ ഇനി ഒരു വട്ടം വന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ അഭിനയിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്മിന് ഇടുന്ന ഏത് പോസ്റ്റ് ആയിരുന്നാലും ശരി, സഫയുണ്ടെങ്കിൽ വന്ന് ലൈക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള എല്ലാ പ്രശ്നവും പറഞ്ഞു ചേർത്ത് ഒന്നായെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ടുള്ള രണ്ടുപേരെന്ന് പറഞ്ഞാൽ ലല്ലുവും അതോടെ തന്നെ മെഹനാസുമാണ്. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല. രണ്ടുപേരുമായിട്ട് പ്രശ്നമായിട്ട് അടിച്ചു പിരിഞ്ഞെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലായിരിക്കുന്നത്. ലല്ലുവും മെഹനും തമ്മിൽ എന്തെങ്കിലും നല്ലൊരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ അങ്ങനത്തെ ഉള്ള ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്മിനെ അതോടെ തന്നെ സഫയെന്ന് പറഞ്ഞാൽ നല്ല കണക്ഷനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായിരുന്നാലും നേരത്തെ വരുന്നുണ്ട് ഇത് കണക്ക് ഫസ്മിന് പറഞ്ഞൊരു കാര്യം എല്ലാത്തിനും പിന്നിൽ സഫയാണ്, അല്ലെങ്കിൽ തനിക്കെതിരെ ഫേക്കായിട്ട് കേസ് കൊടുത്ത് അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നുള്ള രീതി വരെ എത്തിയിരിക്കുകയാണ്.